നമസ്കാരം. N4 ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ കളക്ടറേറ്റിൽ ബോംബ് ഭീഷണി. RDOയ്ക്ക് ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം വന്നത്. കൂട്ടുകാരന് ജോലി വാങ്ങിക്കൊടുത്തു. അയാൾ പണി കളയുമെന്ന് തോന്നിയപ്പോൾ കൊലപാതകം. യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമം. എറിയാട് മഞ്ഞനപ്പിള്ളി സ്വദേശി പിടിയിൽ. കള്ളുഷാപ്പിൽ വെച്ചുണ്ടായ തർക്കത്തെ തുടർന്ന് വൈരാഗ്യത്താൽ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. CPI വരന്തരപ്പിള്ളി ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി വേണ്ടത് കായിക ലഹരി എന്ന മുദ്രാവാക്യമുയർത്തി സൗഹാർദ്ദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. കിഴക്കേ ചാലക്കുടി വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. BJP ചാലക്കുടി മണ്ഡലം കമ്മിറ്റി വനവാസികളെ വന്യമൃഗ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് DFO ഓഫീസ് മാർച്ച് നടത്തി. വിശദമായ വാർത്തയിലേക്ക്. തൃശൂർ കളക്ടറേറ്റിൽ ബോംബ് ഭീഷണി. RDOയ്ക്ക് ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം വന്നത്. തൃശൂർ സിറ്റി പോലീസ്, ബോംബ് സ്ക്വാഡ് എന്നിവർ സ്ഥലത്ത് പരിശോധന നടത്തുന്നു. ജാഫർ സാദിഖ് മെത്ത് കേസിൽ അന്വേഷണം വഴിതിരിച്ചുവിടുന്ന മുൻ തമിഴ്നാട് മുഖ്യമന്ത്രിയും AIADMK നേതാവുമായ എടപ്പാടി പളനിസ്വാമിയെ ഉന്മൂലനം ചെയ്യുമെന്നും ഭീഷണി സന്ദേശത്തിൽ പരാമർശം. RDX ബേസ്ഡ് എക്സ്പ്ലോസീവ് സ്ഥാപിച്ചു എന്നായിരുന്നു മെയിലിൽ ഉണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് 1:30 പൊട്ടുമെന്നാണ് ഭീഷണി. പുലർച്ചെ 4:30 ഈ മെയിൽ വന്നത്. ജില്ലാ കളക്ടറേറ്റിൽ ലഭിച്ചത് വ്യാജ സന്ദേശം എന്നതാണ് നിഗമനം. സന്ദേശത്തിന്റെ ഉറവിടം കണ്ടെത്താൻ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെയും വ്യാജ സന്ദേശം വന്നിരുന്നു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വേണ്ട മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പറഞ്ഞു. തമിഴ്നാട് ലിബറേഷൻ ആർമി സ്മാരൻ ട്രിച്ചി സെൻട്രൽ എന്ന അഭിസംബോധനയോടെയാണ് മെയിൽ അവസാനിക്കുന്നത്. കൂട്ടുകാരന് ജോലി വാങ്ങിക്കൊടുത്തു. അയാൾ പണി കളയുമെന്ന് തോന്നിയപ്പോൾ കൊലപാതകം. തൃശൂർ തൃത്തല്ലൂരിൽ മദ്യലഹരിയിൽ ഡ്രൈവറെ സുഹൃത്ത് ടെറസിൽ നിന്ന് തള്ളിയിട്ടതിനു ശേഷം തലക്കടിച്ചു കൊന്ന സംഭവത്തിന്റെ കാരണങ്ങൾ പുറത്ത്. പത്തനംതിട്ട അടൂർ സ്വദേശിയായ അനിൽകുമാറും കോട്ടയം സ്വദേശിയായ ഷാജൻ ചാക്കോയും ദീർഘകാലമായി സുഹൃത്തുക്കളായിരുന്നു എന്നാണ് വിവരം. തൃത്തല്ലൂരിലെ ഹരിശ്രീ അരി ഗോഡൌണിലെ ഡ്രൈവറാണ് ഷാജൻ. 4 മാസം മുൻപ് കൂട്ടുകാരനായ അനിൽകുമാറിനെ ഇവിടേക്ക് ജോലിക്ക് കൊണ്ടുവന്നതും ഷാജനായിരുന്നു. ഇരുവരും ഇന്നലെ രാത്രി ടെറസിലിരുന്ന് മദ്യപിക്കുമ്പോൾ തർക്കമുണ്ടായി. മദ്യലഹരിയിലെ ഈ തർക്കമാണ് കൊലയിൽ കലാശിച്ചത്. ജോലി സമയത്ത് ഷാജൻ മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നതായിരുന്നു ചർച്ച. മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നത് തുടർന്നാൽ ഉടമയോട് പറയുമെന്ന് അനിൽകുമാർ പറഞ്ഞു. ഇതിൽ പ്രകോപിതനായ ഷാജൻ മദ്യലഹരിയിൽ അനിൽകുമാറിനെ തള്ളി താഴെയിട്ടു. ശേഷം കെട്ടിടത്തിന്റെ താഴെ ഇറങ്ങിച്ചെന്ന് കോൺക്രീറ്റ് കട്ട കൊണ്ട് തലയ്ക്കടിച്ച് മരണം ഉറപ്പാക്കി. കൊലയ്ക്ക് ശേഷം ഗോഡൌൺ ഉടമയെയും വാടാനപ്പള്ളി പോലീസിനെയും ഫോണിൽ വിളിച്ച് വിവരമറിയിച്ചതും ഷാജനാണ്. ഏങ്ങണ്ടിയൂർ MI ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അനിൽകുമാറിനെ രക്ഷിക്കാനായില്ല. ഷാജനെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമം. എറിയാട് മഞ്ഞനപ്പിള്ളി സ്വദേശി പിടിയിൽ. എറിയാട് സ്വദേശിയായ പുത്തൂർ വീട്ടിൽ 36 വയസ്സുള്ള ശരത് എന്നയാളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച എറിയാട് മഞ്ഞനപ്പിള്ളി സ്വദേശി മണപ്പിള്ളി വീട്ടിൽ 48 വയസ്സുള്ള ഷിനിൽ എന്നയാളെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഷിനിൽ ഭാര്യയും മക്കളുമായി വഴക്കിടുന്നത് ശരത് ചോദിച്ചതിലുള്ള വൈരാഗ്യത്താലാണ് ഷിനിൽ ശരത്തിനെ ആക്രമിച്ചത്. സംഭവത്തിൽ പരിക്കേറ്റ ശരത് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ കേസിലെ പ്രതിയായ ഷിനിലിനെ സംഭവസ്ഥലമായ എറിയാട് നിന്ന് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അരുൺ BKയുടെ നിർദ്ദേശാനുസരണം സബ് ഇൻസ്പെക്ടർമാരായ സാലിൻ K, സെബി, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഷെമീർ, ജമേഴ്സൺ, അരുൺ MS എന്നിവർ ചേർന്നാണ് അറസ്റ്റ് ചെയ്തത്. കള്ളുഷാപ്പിൽ വെച്ചുണ്ടായ തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്താൽ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. പുളിക്കക്കടവ് കള്ളുഷാപ്പിന് മുൻവശം വെച്ച് ഷാപ്പിൽ വെച്ചുണ്ടായ തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്താൽ വലപ്പാട് സ്വദേശിയായ പതിയാശ്ശേരി വീട്ടിൽ ഷിയാസ് എന്നയാളെ വെട്ടുകത്തിക്കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച എടത്തിരുത്തി കല്ലുംകടവ് സ്വദേശി
പട്ടാട്ട് വീട്ടിൽ ഷജീർ, വലപ്പാട് മുരിയാന്തോട് സ്വദേശി കണ്ണോത്ത് വീട്ടിൽ ഉണ്ണികൃഷ്ണൻ എന്നിവരെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ഷിയാസും സുഹൃത്തും ഒന്നിച്ച് പുളിക്കക്കടവ് ഷാപ്പിലിരുന്ന് കള്ളു കുടിക്കുകയും ആ സമയം കള്ളു കുടിക്കാനായി ഷാപ്പിലേക്ക് ഉണ്ണികൃഷ്ണൻ, ഷജീർ എന്നിവർ വരികയും ഷജീറുമായി ഷിയാസ് വാക്കുതർക്കമാവുകയും തുടർന്ന് ഷിയാസിനെ കഴുത്തിൽ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുകയുമായിരുന്നെന്ന് പോലീസ് പറയുന്നു. വലപ്പാട് പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ എബിൻ, സാബു, ആന്റണി, ജിംബിൾ, സിവിൽ പോലീസ് ഓഫീസർമാരായ ലെനിൻ, പ്രണവ് എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. CPI വരന്തരപ്പിള്ളി ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി വേണ്ടത് കായിക ലഹരി എന്ന മുദ്രാവാക്യമുയർത്തി സൗഹാർദ്ദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മത്സരം ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പിള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് അധ്യക്ഷത വഹിച്ചു. CPI പുതുക്കാട് മണ്ഡലം കമ്മിറ്റി അംഗം ഷീല ജോർജ് സ്വാഗതവും ലോക്കൽ സെക്രട്ടറി ബിനോയ് ഞെരിഞ്ഞാമ്പിള്ളി നന്ദിയും രേഖപ്പെടുത്തി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫുട്ബോൾ ടീമിന്റെ മുൻ ക്യാപ്റ്റൻ UM സലീം വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ജോർജ്, KM അർഷാദ്, സന്തോഷ് ഏരിയക്കാരൻ, OG ജോസ്, MB ജലാൽ, ഷിഹാബ് കുന്നക്കാടൻ എന്നിവർ സന്നിഹിതരായിരുന്നു. മത്സരത്തിൽ മില്ലേനിയം യൂത്ത് തലോർ വിന്നേഴ്സും സിറ്റി പുലിക്കണ്ണി റണ്ണേഴ്സുമായി. കിഴക്കേ ചാലക്കുടി വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. അന്യായമായ കോർട്ട് ഫീസ് സ്റ്റാമ്പ് വില വർധനവിനെതിരെ കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ ചാലക്കുടി യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു ധർണ. ചാലക്കുടി ബാർ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടോമി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. KACA പ്രസിഡന്റ് ET ബഷീർ അധ്യക്ഷനായി. PK ജയൻ, TK ജയൻ മോഹൻ, അഡ്വക്കേറ്റ് OD ബാലചന്ദ്രൻ, അഡ്വക്കേറ്റ് പോളി കണിച്ചായി, അഡ്വക്കേറ്റ് MD ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. BJP ചാലക്കുടി മണ്ഡലം കമ്മിറ്റി വനവാസികളെ വന്യമൃഗ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DFO ഓഫീസ് മാർച്ച് നടത്തി. കേരളത്തിലെ വനവാസി സമൂഹം നേരിടുന്ന വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് BJP മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. തുടർന്ന് നടന്ന DFO ഓഫീസ് ധർണ സംസ്ഥാന കൌൺസിൽ അംഗം KA സുരേഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് TV പ്രജിത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൊരട്ടി മണ്ഡലം PC സിജു സ്വാഗതം ആശംസിച്ചു. സജീവ് പള്ളത്ത് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. അനീഷ് ചെന്താമര നന്ദി പറഞ്ഞു. BJP മണ്ഡലം ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് KP ജോർജ്, CP സെബാസ്റ്റ്യൻ, ഗിരീഷ് കോടശ്ശേരി, രാജേഷ് പിഷാരിക്കൽ, KU ദിനേശൻ, MS കുമാർ, VK മുരളി, PT ജോസ് എന്നിവർ നേതൃത്വം നൽകി. വളരെ വികാരഭരിതമായ രംഗങ്ങൾ കാണാൻ വേണ്ടിയാണ് വന്നത്. അവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട ചാലക്കുടിയുടെ MP ഉണ്ടായിരുന്നു. അതുപോലെ ഈ സർക്കാർ ഭരിക്കുന്ന സർക്കാരിന്റെ പ്രതിനിധികളും അവിടെ ഉണ്ടായിരുന്നു. ഈ സർക്കാരിന്റെ പ്രതിനിധികൾ വളരെ ഭംഗിയായി വന്ന് അവിടുത്തെ ആദിവാസി സമൂഹത്തെ രണ്ട് തട്ടിലാക്കിയതിന്റെ അനന്തരഫലം. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. സ്വർണ്ണവില 95 രൂപ കൂടി ഗ്രാമിന് 8815 രൂപ, പവന് 70,520 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ കളക്ടറേറ്റിൽ ബോംബ് ഭീഷണി. RDOയ്ക്ക് ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം വന്നത്. കൂട്ടുകാരന് ജോലി വാങ്ങിക്കൊടുത്തു. അയാൾ പണി കളയുമെന്ന് തോന്നിയപ്പോൾ കൊലപാതകം. യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമം. എറിയാട് മഞ്ഞനപ്പിള്ളി സ്വദേശി പിടിയിൽ. കള്ളുഷാപ്പിൽ വെച്ചുണ്ടായ തർക്കത്തെ തുടർന്ന് വൈരാഗ്യത്താൽ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ.
CPI വരന്തരപ്പിള്ളി ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി വേണ്ടത് കായിക ലഹരി എന്ന മുദ്രാവാക്യമുയർത്തി സൗഹാർദ്ദ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. കിഴക്കേ ചാലക്കുടി വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. BJP ചാലക്കുടി മണ്ഡലം കമ്മിറ്റി വനവാസികളെ വന്യമൃഗ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് DFO ഓഫീസ് മാർച്ച് നടത്തി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.